തിമിരം അഥവാ കാറ്ററാക്ട് അതിനെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. തിമിരമാണ് ലോകത്തിലെ തന്നെ 40 വയസ്സിന് മുകളിലുള്ളവർക്ക് ഏറ്റവും അധികം അന്ധത ഉണ്ടാക്കുന്ന ഒരു പ്രധാന കാരണം. തിമിരം പക്ഷേ ചികിത്സിച്ചാൽ മാറുന്ന ഒരു അസുഖമാണ്. തിമിരം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ പ്രധാനമായും വയസ്സാവുമ്പോൾ വാർദ്ധക്യമാണെങ്കിൽ പോലും ചെറുപ്പക്കാർക്കും ജനിച്ച കുട്ടികൾക്ക് വരെ തിമിരം ഉണ്ടാവാം. അപ്പോൾ തിമിരം ഉണ്ടാകുന്നത് വാർദ്ധക്യത്തിൽ നമുക്ക് നിര വരുന്നത് പോലെ നമ്മുടെ ലെൻസിനുണ്ടാവുന്ന ചേഞ്ചാണ്. പിന്നെ കണ്ണിനുണ്ടാവുന്ന ക്ഷതം, കണ്ണിലെ കുറേ കാലമുണ്ടായ ഇൻഫെക്ഷൻ, ചിലവർക്ക് സ്റ്റിറോയിഡ് പോലെയുള്ള മരുന്നുകൾ കുറേ കാലം കഴിച്ചാലും തിമിരം വരാം. അപ്പോൾ തിമിരം എങ്ങനെയാണ് മനസ്സിലാവുക? പ്രധാനമായും മൂടലാണ് ഉണ്ടാവുക. ദൂരെ ഒരാൾ പോകുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവില്ല. ദൂരെ കാണുന്നത് കുറഞ്ഞു വരും. വളരെ അടുത്ത് വന്നാലേ തിരിച്ചറിയുകയുള്ളൂ. പിന്നെ വണ്ടി ഓടിക്കുമ്പോൾ, ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു ഗ്ലെയർ പോലെ, ചിലവർക്ക് തുടക്കത്തിൽ തന്നെ ഒരു ഗ്ലെയർ പോലെ ലൈറ്റ് അടിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവാം. കാണുന്ന സാധനങ്ങളുടെ ലൈറ്റ് കുറഞ്ഞു വരാം, കോൺട്രാസ്റ്റ് കുറഞ്ഞു വരാം. ഇങ്ങനെയൊക്കെയാണ് സാധാരണയായി ഉണ്ടാവുന്ന ലക്ഷണങ്ങൾ. ഇപ്പോൾ തിമിരത്തിന് എന്താണ് ചികിത്സ എന്ന് വെച്ചാൽ പ്രധാനമായും ഓപ്പറേഷനാണ്. മരുന്നോ പ്രത്യേകിച്ച് വേറെ ചികിത്സകളൊന്നുമില്ല. ഓപ്പറേഷൻ പലതരത്തിലുണ്ട്. അതിൽ പ്രധാനമായും സ്മോൾ ഇൻസിഷനും ഫേക്കോ എന്ന് പറഞ്ഞാൽ ലേസർ ഉപയോഗിച്ചുള്ള ഓപ്പറേഷനാണ്. ഇപ്പോൾ എപ്പോൾ ചെയ്യണം തിമിരം എന്നാണ് പലരുടെയും സംശയം. തിമിരത്തിന് പ്രത്യേകിച്ച് ഒരു ടൈം ഇല്ല. നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ്, നമുക്ക് സാധാരണ ഡ്രൈവ് ചെയ്യാനോ നമ്മുടെ ഡെയിലി ഉള്ള കാര്യങ്ങൾ ബുദ്ധിമുട്ട് വരുമ്പോഴാണ് തിമിരം ചെയ്യേണ്ടത്. പക്ഷേ തിമിരം നീട്ടി വെച്ചാൽ എന്തുണ്ടാവും എന്ന് വെച്ചാൽ കണ്ണിൻ്റെ ലെൻസ് വളരെ മൂത്ത് കഴിഞ്ഞാൽ ഓപ്പറേഷൻ ബുദ്ധിമുട്ടാവും. അപ്പം നമുക്ക് ബാക്കി എല്ലാം അറിയുന്ന പോലെ തന്നെ മൂത്ത് കഴിഞ്ഞാൽ ഇതും ബുദ്ധിമുട്ടായി വരും. അപ്പോൾ നമ്മൾ ഡെയിലി ആക്ടിവിറ്റീസ് എപ്പോൾ അതിന് ബുദ്ധിമുട്ട് വരുന്നുവോ അപ്പോൾ തിമിരത്തിൻ്റെ ഓപ്പറേഷനെ കുറിച്ച് ആലോചിക്കാം. പലതരം ലെൻസ് ഉണ്ട്, പലതരം സർജറീസ് ഉണ്ട്. പക്ഷേ ഏത് ചെയ്യണം എന്നുള്ളത് അത് രോഗിയുടെ ഇഷ്ടമാണ്. ഏത് ചെയ്താലും ഇല്ല. പിന്നെ ഏത് ചെയ്യണം എന്നുള്ളത് രോഗിക്ക് എപ്പോൾ വേണമെങ്കിലും തീരുമാനിക്കാം.